ഞാനും മോളും കൂടി പുറത്തു പോയി വരുമ്പോഴാട്ടോ നല്ല കല്ലുമ്മക്കായ കണ്ടത്. അങ്ങനെ കാറ് വേഗം സൈഡാക്കി അവിടുന്ന് 1 കിലോ കല്ലുമ്മക്കായ വാങ്ങി. 1 കിലോ കല്ലുമ്മക്കായ വാങ്ങി തോല് പോക്കിയാൽ ആകെ 400 ഗ്രാമൊക്കെ ഇറച്ചി ഉണ്ടാവുള്ളൂ. അങ്ങനെ ഞങ്ങൾ അതുമായിട്ട് വീട്ടിലെത്തി. ഫ്രൈ ആക്കണമെന്ന് പറഞ്ഞപ്പം വൈഫ് വേഗം അതെടുത്ത് ക്ലീൻ ചെയ്യൽ തുടങ്ങി. ഓരോന്നും എടുത്ത് പള്ളഭാഗം കട്ട് ചെയ്ത് അതിൻ്റെ ഉള്ളിൽ നിന്ന് വേസ്റ്റ് ഒഴിവാക്കി കഴുകിയെടുക്കണം. കുറച്ച് ബുദ്ധിമുട്ടുള്ള പണിയാണ്. എന്നാ പിന്നെ ക്ഷീണം മാറ്റാൻ വേണ്ടി ഒരു പപ്പായ ജ്യൂസ് ഉണ്ടാക്കാന്ന് വിചാരിച്ച് നമ്മളെ സ്ഥലത്ത് തന്നെ ഉണ്ടായ നല്ല പഴുത്ത പപ്പായ കേട്ടോ. അങ്ങനെ പപ്പായ സ്പൂൺ കൊണ്ട് കോരി മിക്സിന്റെ ജാറിലേക്ക് ഇട്ട് അതിലേക്ക് 2 സ്പൂൺ നമ്മൾ തന്നെ ഉണ്ടാക്കിയ നല്ല മാംഗോ ഐസ്ക്രീമും ഇട്ട് എന്നിട്ട് അതിലേക്ക് നല്ല കട്ട പാൽ വെച്ച് പാകത്തിലുള്ള പഞ്ചസാര ഇട്ട് നല്ലോണം അടിച്ചെടുത്ത് എന്നിട്ട് ജ്യൂസ് 2 ഗ്ലാസ്സിലേക്ക് ഒഴിച്ച് അതിന്റെ മുകളിലേക്ക് കുറച്ച് ഐസ്ക്രീം കൂടി ഇട്ട് പിന്നെ കുറച്ച് പിസ്തയും അണ്ടിപ്പരിപ്പും ഇട്ട് ഇതൊക്കെ പിന്നെ ഇവിടെ ഉള്ളത് കൊണ്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. ആദ്യം മോക്ക് കൊടുത്ത് പിന്നെ ഞാനും കുടിച്ചു. ജ്യൂസ് അടിപൊളിയായിരിക്കും കേട്ടോ. നിങ്ങളെല്ലാരും ചോദിക്കല്ലേ ഇതൊക്കെ എവിടുന്നാ പഠിച്ചത് എന്ന്. ഇങ്ങനൊക്കെ ഉണ്ടാക്കി നോക്കുമ്പോൾ നന്നായാലോട്ടോ വീഡിയോ ആയിട്ട് ചെയ്യല്. ഇനി നമുക്ക് കല്ലുമ്മക്കായ ഫ്രൈ ആക്കി എടുക്കണം. അങ്ങനെ മുളക് മഞ്ഞൾപ്പൊടി പാകത്തിലുള്ള ഉപ്പിട്ട് കല്ലുമ്മക്കായ അതിലേക്ക് ഇട്ട് നല്ലോണം കുഴച്ച് സെറ്റ് ആക്കി എടുത്ത് എന്നിട്ട് ഫ്രൈ പാനിലേക്ക് വെളിച്ചെണ്ണ വെച്ച് കല്ലുമ്മക്കായ അതിലേക്ക് ഇട്ട് 2 ഭാഗം ഒന്ന് വേവിച്ചെടുത്ത് എന്നിട്ട് ആ ഫ്രൈ പാനിലേക്ക് തന്നെ 2 സവാള 4-5 പച്ചമുളക് കുറച്ച് വെളുത്തുള്ളി ചതച്ചതും ഇട്ട് നല്ലോണം വഴറ്റിയെടുത്ത് എന്നിട്ട് ഒരു തക്കാളി ഇട്ട് തക്കാളി ഒടിഞ്ഞ് വെന്ത് വന്നിട്ട് 1.5 ടീസ്പൂൺ മുളക് പൊടി 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് ഒന്ന് വഴറ്റിയെടുത്തിട്ട് അതിലേക്ക് കുറച്ച് ചുടുവെള്ളം ഒഴിച്ച് ഒന്ന് വറ്റിച്ചെടുത്ത് എന്നിട്ട് കുറച്ച് കറിവേപ്പില ഇട്ട് ഫ്രൈ ആക്കി വെച്ച കല്ലുമ്മക്കായും അതിലേക്ക് ഇട്ട് നല്ലോണം ഇളക്കി സെറ്റ് ആക്കിയിട്ട് അവസാനം കുറച്ച് മല്ലിച്ചപ്പൂട്ട് കല്ലുമ്മക്കായ ഫ്രൈ റെഡി ആയിട്ടോ. അങ്ങനെ ചോറിലേക്ക് കുറച്ച് കല്ലുമ്മക്കായ ഫ്രൈ കുറച്ച് ബീട്രൂട്ട് പേരിട്ട് കുഴച്ച് കഴിച്ചപ്പം എന്റെ ചെങ്ങായിമാരെ സംഭവം സൂപ്പറാട്ടോ. പിന്നെ വീഡിയോ കാണുമ്പോൾ ഫോളോ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.